എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലുകളെല്ലാം ഏതാണ്ട് കൃത്യമായി വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ 23,200 മാർക്കറ്റ് അവിടെ എത്തി നിൽക്കുന്നത് 23,173 ഏതാണ്ട് നമ്മൾ പ്രവചിച്ച ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് ഒരു മൂവിങ് ഉണ്ടായത്. നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും നിഫ്റ്റിയിൽ ഈ 205 പോയിൻറ്റിൻ്റെ മൂവിങ്ങും സെൻസെക്സിൽ 563 പോയിൻറ്റിൻ്റെ മൂവിങ്ങുമാണ് ഉണ്ടായത്. സെക്ടർ വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ടറൽ മൂവിങ് നടന്നത് ഏതാണ്ട് IT സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ ഇന്ന് നല്ല മൂവിങ് നടന്നിട്ടുണ്ട്. ഇന്നലെ ചൈന ഇറക്കിയ ഒരു പുതിയ ചാറ്റ് GPT എതിരായിട്ടുള്ളൊരു ചൈന ഇറക്കിയ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിലൊക്കെ അമേരിക്കൻ്റെ AI മേഖല IT മേഖല വളരെ താഴോട്ട് പോയതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് IT ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും അതുപോലെ FMCG ആണെങ്കിലും ഒക്കെ നല്ലൊരു മൂവിങ് നമുക്കിന്ന് മാർക്കറ്റിലുടനീളം കാണാം. ഇതൊരു തുടക്കമാവട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബജറ്റിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട്. എങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് നമ്മുടെ ബജറ്റിൽ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാളെ നിഫ്റ്റീൻ്റെ പ്രഡിക്ഷനാണ് നമ്മൾ പറയുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ നാളെ ഏതാണ്ട് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകാനാണ് സാധ്യത. ഏതാണ്ട് 23,300 വരെ പോകും. നമ്മുടെ ലെവലുകൾ വരുന്നത് നാളെ വരാൻ പോകുന്ന 23,300, 23,450 ഈ രണ്ട് ലെവലുകൾ എല്ലാവരും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 23,000 എന്നുള്ള ലെവലും. കാരണം അവിടെ മാർക്കറ്റ് വന്നിട്ട് നാളെ മിക്കവാറും മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. നാളെയും നമുക്കൊരു വലിയ മൂവിങ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെൻസെക്സിൽ നാളൊരു ഗ്യാപ്പ് ഡൗണിനാണ് സാധ്യത വരുന്നത്. ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത. 75,600 വരെ വന്നിട്ട് 76,600 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അവിടുന്നും ഒരു നല്ലൊരു കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 77,170 വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ലെവൽ വരുന്നത് 77,170 അവിടുന്ന് നല്ലൊരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എല്ലാവരും മാർക്കറ്റിൻ്റെ മൂവിങ് അനുസരിച്ച് താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും കൃത്യമായി സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ട്രേഡ് എടുക്കുക. ഇന്ന് നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു മൂവിങ് താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും നല്ലൊരു മൂവിങ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 100 പോയിൻറ്റിൻ്റെ ഡൗൺ ഉണ്ടായി അതേ 5 മിനിറ്റിനുള്ളിൽ തന്നെ മാർക്കറ്റ് അതേ തിരിച്ചുവരവ് നടത്തിയത് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സെൻസെക്സിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു 100 സെൻസെക്സിൽ 200 പോയിൻറ്റിൻ്റെയും നിഫ്റ്റിയിൽ 100 പോയിൻറ്റിൻ്റെ അടുത്തും മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു. അതേ സമയം 10 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് അതേ ലെവലിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. ഏതായാലും അതുപോലെ ഇനിയും നമുക്ക് നാളെയും പ്രതീക്ഷിക്കാം. ട്രേഡ് എടുത്തവർക്കൊക്കെ വിജയകരമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.